ഹായ് ഗൈസ്, ഞാൻ സച്ചിൻ കൃഷ്ണ. വീരധീര സൂരൻ നമ്മുടെ അണ്ണൻ്റെ വിക്രമൻ്റെ പടം പോയി കണ്ടു. ചെന്നൈയിലാണ് പോയി കണ്ടത്. ലുലു മാളിൽ വന്ന് പോയി കണ്ട്, പക്ഷേ എന്നെ കണ്ടില്ല. ചെന്നൈയിൽ റായപ്പെട്ട സത്യം തിയേറ്ററിൽ അണ്ണൻ പടം കാണും വരുമെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങ് പോയത്. രാവിലെ മുതൽ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. കാരണം പടത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് നടന്നുകൊണ്ട് പടം രാവിലത്തെ ഷോ ഇല്ലായിരുന്നു. പിന്നെ ഉച്ചക്കലത്തെ ഷോ നടക്കുമെന്ന് പറഞ്ഞു, ഉച്ചയ്ക്കും നടന്നില്ല. പിന്നെ അത് വൈകിട്ടത്തെ ഷോ നടക്കുമെന്ന് പറഞ്ഞു, വൈകിട്ടും നടന്നില്ല. പിന്നെ 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് അവിടെ റൂമിൽ പോയത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. റൂമിൽ ചെന്നപ്പോഴത്തേക്കാണ് ഡയറക്ടർ SU അരുൺകുമാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ പോസ്റ്റ് ചെയ്തതേ ഉള്ളായിരുന്നു. പാവം ആ ഫേസ് കാണുമ്പോഴേ മുഖത്തെ സങ്കടം മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലായത് വൈകിട്ട് ഷോ ഉണ്ടെന്ന് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി. വിക്രം വരുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടായിരുന്നു. എന്നാലും ഞാൻ ആ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തു, കയറി കണ്ടു. ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേക്ക് വിക്രം മേളിലുണ്ടെന്നിങ്ങനെ മനസ്സിലായി. അങ്ങനെ ഞാൻ പോയി കണ്ടു, സംസാരിച്ചു. സന്തോഷ വാർത്ത, എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കും, എന്തെങ്കിലും എന്നെ വിളിക്കും. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഏതാണ്ട് അടുത്ത് നിന്ന് തന്നെയാണ് കണ്ടത്. ഏറ്റവും ബാക്കിലിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും വിളിക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ഒന്നും നേരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പടത്തെക്കുറിച്ചാണെങ്കിൽ പടം അടിപൊളി, ഒരു രക്ഷയില്ല. ഇത്രയും നാൾ പ്രേക്ഷകർ, വിക്രത്തിൻ്റെ ആരാധകർ ആഗ്രഹിച്ച ഒരു പടം, മാസ് സാധനം വന്നിട്ടുണ്ട്. നമ്മളെ തങ്കലാന് പ്രതീക്ഷ അത്ര ഹൈപ്പ് കിട്ടിയില്ലെങ്കിലും ഇതിന് ഹൈപ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെയാണ് SU അരുൺകുമാർ എടുത്ത് വെച്ചേക്കുന്നത്. കൊള്ളാം, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ട്രെയിലറിൽ കിടന്നിട്ട് എണീക്കുന്നൊരു സീനുണ്ടല്ലോ, അത് പക്കാ മാസ്, ഒരു രക്ഷയില്ല. മധുരവീരൻ താനെ, അണ്ണൻ മധുരവീരൻ തന്നെ. ആ സീനൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ രോമാഞ്ചം. ആ തിയേറ്ററിൽ ആരോ കേൾക്കണമല്ലോ. അതായത് നിങ്ങൾ ആ തിയേറ്ററിൽ പോയി തന്നെ കാണണം. പടം കാണുമ്പോഴത്തേക്കേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ സുരേട്ടനൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സുരേട്ടന് തമിഴ് അറിഞ്ഞൂടെന്നാലും പറഞ്ഞു. സുരേട്ടൻ തമിഴിലൊക്കെ കലക്കിയിട്ടുണ്ട്. പിന്നെ ദർശന വിജയനും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എസ് ജെ സൂര്യ സാറും നല്ലോണം നല്ല, അവരെല്ലാവരും അവരുടെ റോൾ അവർ പക്കാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 15 മിനിറ്റിലെ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് തുടങ്ങിയത് പോലും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ആ പടത്തിൽ മുഴുകിയിരുന്നുകൊണ്ട് ഞാൻ അത് അറിഞ്ഞില്ല. നല്ല പക്കാ ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് മൂവി ഫുൾ അവർ ചെയ്തേക്കുന്നത്. അത് ആ പടം കാണുമ്പോഴത്തേക്കേ മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ എന്തുമാത്രം ഒരു ആട്ടുകാരൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൽ. മേക്കപ്പ്, അതിൽ ലാസ്റ്റിൽ വിക്രത്തിൻ്റെ ഫേസിലൊരു മേക്കപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു മേക്കപ്പ് വരുന്നുണ്ട്. അതൊക്കെ പക്ക നൈസാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ GV പ്രകാശ് സാറ് മ്യൂസിക് പറയണ്ടല്ലോ, നൈസാ. സോങ്ങും BGM എല്ലാം കലക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടത്തുള്ളൂ. OTT നിങ്ങൾ മൊബൈലിലോ അങ്ങനെ കണ്ടിട്ട് ആ ഫീൽ കിട്ടില്ല. തിയേറ്ററിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ആ സീനൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കോരിത്തരിക്കും. അതങ്ങനെയുള്ളൊരു ഷോട്ടാണത്. അപ്പോഴത്തെ ഉള്ള ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പടം കാണണം. അണ്ണ എണീറ്റ് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, മധുരവീരൻ താനെ. നിങ്ങളെല്ലാവരും പടം പോയി കാണണം. ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ പോയി കാണും. എൻ്റെ വൈഫിനെ കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു പരിഭവം ഉണ്ട്. ചെന്നൈ പോയപ്പോൾ കൊണ്ടുപോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല, കൊണ്ടുപോയി കാണണം. ഇനിയും ഒരു ദിവസം പടം കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്നതാണ്. കാണും. എല്ലാം കണ്ടിട്ടില്ലാത്തവർ പടം പോയി കാണുക.
അടിപൊളിയാണ്, അടിപൊളി പെർഫോമൻസാണ്. സുരേട്ടനൊക്കെ നൈസായി ചെയ്തിട്ടുണ്ട്. സുരേട്ടന് തമിഴൊക്കെ എന്താ അറിഞ്ഞൂടാതൊന്നുമല്ല, സുരേട്ടൻ നല്ല ആക്ടറാണ്. പക്ക പക്ക ക്യാരക്ടറായിട്ട് നിന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. തുഷാര വിജയനായാലും നല്ല നല്ല റൊമാൻസാണ് കേട്ടോ. റൊമാൻസ് സീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ടിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതിലുണ്ട്. സെക്കൻഡ് പാർട്ട് വരും. സെക്കൻഡ് പാർട്ടിലും നല്ല രീതിയിൽ മാസം കാര്യങ്ങളും കാണും. അങ്ങനെയാണ് കഥ പോണത്. കഥയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ബാക്കി തിയേറ്ററിൽ പോയി കാണുക. വാച്ച് വീരധീര സൂരൻ. വിക്രമണ്ണ, I love you.